മുഅ്ജിസത്തും കറാമത്തും വിശ്വസിക്കാത്തതാണ് മുജാഹിദിനെ മാല ചൊല്ലാൻ അനുവദിക്കാത്തത്, മൗലിദ് ഓതാൻ അനുവദിക്കാത്തത്. അല്ലാതെ ഏത് മാലയിലാണ്, മൗലിദിലാണ് അമ്പിയാ ഔലിയാക്കളെ നമ്മൾ പടച്ചോനാക്കിയിട്ടുള്ളത്? ഒരു ഗ്രന്ഥങ്ങളിലും അങ്ങനെയില്ല. അല്ലേ, ലോകത്ത് അള്ളാന്റെ ഹബീബിനെ കുറിച്ച് എഴുതപ്പെട്ട ഏറ്റവും വിശുദ്ധമായ മൗലിദിന്റെ ഗ്രന്ഥങ്ങളിലൊന്ന് ഇമാം ബുസൂരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ബുർദയാണ്. ആ ബുർദ എന്തുകൊണ്ടാണ് മുജാഹിദ് ചൊല്ലാത്തതെന്ന് ചോദിച്ചാൽ അതിനവർ പറയുന്ന മറുപടി അള്ളാന്റെ ഹബീബിനെ അതിൽ പടച്ചോനാക്കിയിട്ടുണ്ട് എന്നാണ്, ബുർദയിൽ ശിർക്ക് വന്നിട്ടുണ്ട് എന്നാണ്. എന്നാൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് എഴുതിയിട്ട് ആ മദ്ഹിന്റെ കൂടെ തൗഹീദിന്റെ മാനദണ്ഡം പണിത ഗ്രന്ഥമാണ് ബുർദ. വഹ്കും ബിമാ ശിഅത മദ്ഹൻ ഫീഹി വഹ്തകിമി. അള്ളാന്റെ ഹബീബിനെ പടച്ചവനാക്കരുത്, അള്ളാഹുവിന്റെ ഹബീബിനെ ദൈവമാക്കരുത്, അള്ളാന്റെ ഹബീബിൽ ദിവ്യത്വം ആരോപിക്കരുത് എന്ന് കൃത്യമായി ഉറക്കപ്പറഞ്ഞ മഹാനാണ് ബഹുമാനപ്പെട്ട ഇമാം ബുസൂരി റഹ്മത്തുള്ളാഹി അലൈഹി. അതിലൊന്നും മാത്രമല്ല, ഒന്നിലും ശിർക്കില്ല, ഒന്നിലും മഹാന്മാരെ പടച്ചോനാക്കിയിട്ടില്ല. അതേ മഹാന്മാരായ ബദർ മൗലിദിൽ നമ്മൾ ശുഹദാക്കളുടെ മദ്ഹ് ചൊല്ലാറുണ്ട്. തവസ്സൽനാ ബിസ്മില്ലാഹ് വബിൽ ഹാദി റസൂലി وكل مجاهد لله واخل البدير يا الله. മഹാന്മാരായ ബദരീങ്ങളുടെ മൗലിദ് ഓതിയിട്ട് അവരെ തവസ്സുലാക്കി റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യാറുണ്ട്. ആ ദുആയിൽ നമ്മൾ പറയുന്നത് എന്താണ്? അള്ളാന്റെ മുമ്പിലേക്ക് നമ്മുടെ സങ്കടങ്ങളും ഹർജികളും ഒക്കെ സമർപ്പിച്ചിട്ട് അള്ളാനോട് നമ്മൾ പറയുന്നത്, റബ്ബേ നീ ഞങ്ങളെ സ്വീകരിക്കണം, നീ ഞങ്ങളെ കൈവെടിയരുത്, നിന്റെ കാരുണ്യത്തിന്റെ കവാടം നീ ഞങ്ങൾക്ക് മുമ്പിൽ അടച്ചു പോകരുത്. വൈൻ തുർദുദ് ഫമന്നാതി ലിനൈലി ജമീഇ ഹാജാതി അയാ ജാലിൽ മുനിമ്മാതി വാഹിലിൽ ബദീരി യാ അല്ലാഹ്. ബദരീങ്ങളുടെ മൗലിദ് ഓതിയിട്ട് അവരുടെ മദ്ഹ് പറഞ്ഞവരെ തവസ്സുലാക്കി റബ്ബിനോട് നമ്മുടെ സങ്കടം പറഞ്ഞിട്ട് റബ്ബിനോട് നമ്മൾ പറയുന്നത്, റബ്ബേ നീ ഞങ്ങൾക്ക് ഉത്തരം തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഉത്തരം തരാൻ ഒരു ഔലിയാക്കളുമില്ല, ഒരമ്പിയാക്കളുമില്ല. നീ ഞങ്ങളെ കൈപിടിച്ചില്ലെങ്കിൽ ഞങ്ങളെ കൈപിടിക്കാൻ ഒരു മഹാനുമില്ല. നിന്റെ കാരുണ്യത്തിന്റെ കവാടം ഞങ്ങളെ മുന്നിൽ കൊട്ടിയടച്ചാൽ ഞങ്ങൾക്ക് മുട്ടിത്തുറക്കാൻ ഒരു ജാറങ്ങളുമില്ല. ഇത്ര കൃത്യമായി വ്യക്തമായി തൗഹീദ് പറയാത്തൊരു മാലയില്ല, തൗഹീദ് പറയാത്ത മൗലിദില്ല. പിന്നെന്താ വഹാബി മൗദൂദിയമ്മ തൊടാത്തത്? അതിൽ അംബിയ ഔലിയാക്കളെ മുഅ്ജിസത്ത് കറാമത്തുണ്ട്. ജാഅത്തിൽ ദഅവതിഹി അസ്ജാറു സാജിദതൻ തംശി ഇലൈഹി അലാ സാഖിൻ ബിൽ ഖദമി. അല്ലാഹുവിന്റെ ഹബീബിന്റെ വിളിക്ക് വിധേയപ്പെട്ടുകൊണ്ട് വടവൃക്ഷം വിശാലമായി പടർന്നു പന്തലിച്ച വൃക്ഷം താഴെ വൃക്ഷത്തിന്റെ ശിഖരം താഴേക്ക് താഴ്ത്തിയിട്ട് ആഴിയിലേക്ക് ആണ്ടുപോയ വൃക്ഷത്തിന്റെ വേരുകൾ മുകളിലേക്ക് ഉയർത്തിയിട്ട് ഇലാ ഹളറത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് മരം വന്നത്, കല്ല് സംസാരിച്ചത്, മൃഗം സംസാരിച്ചത്, ഇങ്ങനെയുള്ള ധാരാളം മുഅ്ജിസത്ത് കറാമത്ത് അത് ഉൾക്കൊള്ളാൻ പുത്തൻവാദികൾക്ക് കഴിയില്ല. ഒരു ജമാഅത്തുകാരൻ ആരുമല്ല, മറ്റേ ഓ അബ്ദുള്ള. ആ ഓ അബ്ദുള്ള പറയാൻ എത്ര അരാജകത്വപൂരമായിട്ടാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ ഒരു മുഅ്ജിസത്തിനെ ഓ അബ്ദുള്ള കൊഞ്ഞനം കുത്തുന്നത്. എങ്ങനെയാണ് ഞാൻ ഇത് പറയുന്നത്? അത്ര പ്രസക്തമായതുകൊണ്ട് പറയല്ല. എന്തുമാത്രം വലിയ ഒരു കൾട്ട്, ഒരു അന്ധവിശ്വാസം, അതിന്റെ ഒന്നാണ് ഇവരിവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭയാനകത. അള്ളാന്റെ ഹബീബിനോടൊരു കല്ല് സംസാരിച്ചു, മരം സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ആറ്റം ബോംബിന്റെ അപ്പുറമാണ് അതിന്റെ ഭീകരത. ഈ നൂറ്റാണ്ടിലാണല്ലോ കല്ല് സംസാരിക്കുന്നു, കല്ല് ഓടുന്നു, കല്ല് ഇവിടെ രാജാക്കന്മാരും മഹാന്മാരും ഇരിക്കുന്ന സ്ഥലത്ത് പോയി ഇരിക്കുന്നു ഒക്കെ പറയുന്ന വർത്തമാനം. അതേ, നമ്മുടെ മതം ഏത് നൂറ്റാണ്ടിലും പ്രസക്തമാണ്.
ഇതിന്റെ വിശ്വാസം ഏതു കാലത്തും പ്രസക്തമാണ് സുഹൃത്തുക്കളെ. എന്നാൽ എങ്ങനെയാണ് മരം സംസാരിക്കുന്നത്, എങ്ങനെയാണ് കല്ല് സംസാരിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന അഹങ്കാരിയോട് ഖുർആൻ നേരത്തെ പറഞ്ഞ മറുപടിയുണ്ട്. ഹൽ അത്താ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറാ. എങ്ങനെയാണ് മരവും കല്ലും സംസാരിക്കുന്നതും സഞ്ചരിക്കുന്നതുമെന്ന് ചിന്തിച്ച് അഹങ്കരിക്കുന്ന മനുഷ്യ, പിതാവിന്റെ മുതുകിൽ ഇന്ദ്രിയത്തുള്ളികളായി അള്ളിപ്പിടിച്ച് മാതാവിന്റെ ഗർഭാശയത്തിലേക്ക് കൊണ്ടുവന്ന് വൈവിധ്യങ്ങളാർന്ന പരിണാമങ്ങളിലൂടെ ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, കേവലം ഇന്ദ്രിയത്തുള്ളിയെ വാചാലനും വിശാലമായി സഞ്ചരിക്കുന്നവനുമായി പാകപ്പെടുത്തിയ റബ്ബിനെ ഒരു കല്ലിനെ കൊണ്ട് സംസാരിപ്പിച്ചുകൂടെ, ഒരു മരത്തെ കൊണ്ട് സഞ്ചരിപ്പിച്ചുകൂടെ? വഹാബിയും മൗലൂദും മാലി മൗലൂദും തൊടാത്തത് അതുകൊണ്ടാണ്. നമ്മൾ മാലി മൗലൂദ് ഓതുന്നത് എന്തുകൊണ്ടാ? ഖുർആൻ അങ്ങനെ നമ്മളെ പഠിപ്പിച്ചതുകൊണ്ട്. അള്ളാന്റെ ഖുർആൻ എടുത്ത് നോക്കി എത്രയാണ് അതിൽ മാലി മൗലൂദ് ഉള്ളത്. മാലി മൗലൂദ് ഒരുപാടുണ്ട്. ഇത് നമ്മൾ പറയുമ്പോ മുജാഹിദ് ജനങ്ങളെ വന്ന് പൊട്ടീസാക്കുവേ, ഖുർആൻ അങ്ങനത്തെ ഒന്നുമില്ല എന്നാണ് മൗലവി പറയുന്നത്. ഈ സാധാരണ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഈ മൗലീദ് ഉയർത്തിപ്പിടിക്കുന്ന ചില പുരോഹിതന്മാരുണ്ട്, ചില മുസ്ലിയാക്കന്മാരുണ്ട്, ചില തങ്ങന്മാരുണ്ട്, തങ്ങന്മാരെന്ന് പറയപ്പെടുന്നവരുണ്ട്. അവരതാ ജനങ്ങളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് പറയും, ഓ മൗലവിമാരെ, മൗലൂദിനെ എതിർക്കുന്ന, മൗലിദ് പാടില്ലെന്ന് പറയുന്ന പുത്തൻവാദികളെ, നിങ്ങൾക്ക് പാരമ്പര്യമില്ല. ശരിയാണ് മുസ്ലിമീങ്ങളെ, മൗലിദ് ഓതാൻ പാടില്ല എന്ന് പറയുന്നവർ പുത്തൻവാദികളാണ്. അവർക്ക് പാരമ്പര്യമില്ല. നമുക്ക് പാരമ്പര്യമില്ല. ഇല്ല. പിന്നെ ആർക്കാ പാരമ്പര്യം? ഞങ്ങൾക്കാണ് പാരമ്പര്യം. മാലി മൗലൂദൊക്കെ കൊണ്ടടക്കണ ഞങ്ങൾക്കാണ് പാരമ്പര്യമുള്ളത്. മൗലിദോറുന്ന ഞങ്ങൾക്കാണ് പാരമ്പര്യമുള്ളത്. അതെ. എവിടെയാ പാരമ്പര്യം? ഖുർആനിലാ പാരമ്പര്യം. അവരതാ ജനങ്ങളോട് പച്ചയായി പറയുന്നു. പത്രങ്ങളിൽ അത് റിപ്പോർട്ടായി ജില്ലയിൽ എന്ന് തന്നെ എനിക്ക് വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്താണ് അവർ തെറ്റിദ്ധരിപ്പിച്ചത്? എന്താണ് നമ്മൾ ശരിധരിപ്പിച്ചത്? മൗലിദ് പാടില്ലെന്ന് പറയുന്ന മുജാഹിദേ, നീ പുത്തൻവാദിയാണ്. കാരണം എന്തെന്നല്ലേ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ 25 നബിമാരുടെ മൗലിദ് നിറഞ്ഞു കിടക്കുന്നു. ശരിയാണ് മുസ്ലിമീങ്ങളെ, മൗലിദോദാനും മാല പാടാനും പാടില്ലെന്ന് പറയുന്ന മുജാഹിദുകൾ പുത്തൻവാദികളാണ്. അള്ളാഹുവിന്റെ ഖുർആനിൽ അംബിയാ ഉലിയാക്കളുടെ മുഅ്ജിസത്ത് കറാമത്താകുന്ന മൗലിദുകൾ നിറഞ്ഞു കിടക്കുകയാണ്. എങ്ങനെയുണ്ട്? അങ്ങനെ തന്നെ ഉണ്ട്. കേൾക്കുന്നവൻ എന്താ വിചാരിക്കുക? ഖുർആൻ മുഴുവൻ മൗലൂദാണ്. അങ്ങനെ വിചാരിക്കൂല. അള്ളാഹുവിന്റെ ഖുർആനിൽ കുറെ മൗലൂദുണ്ട് എന്ന് പറഞ്ഞാൽ ഖുർആൻ മുഴുവനും മൗലൂദാന്ന് മനസ്സിലാക്കണമെങ്കിൽ നാട്ടുകാർ മുഴുവൻ മുജാഹിദാകണ്ടേ? ഇതൊരു നാട്ടിൽ 4 എണ്ണല്ലേ ഉണ്ടാവുള്ളൂ, അതന്നെ 40 ഗ്രൂപ്പാണ്. ആരുടെ മൗലൂദ്? അംബിയാ ഔലിയാക്കളുടെ മൗലൂദ്. 25 നബിമാരുടെ പേരല്ലേ ഖുർആനിലുള്ളത്? പേര് മാത്രമല്ല, അവരുടെ മുഅ്ജിസത്ത് കറാമത്ത് അനുസ്മരിക്കുന്ന മൗലിദുകളുമാണ്. ആ 25 നബിമാരുടെ മൗലീദ് ഖുർആനിൽ നിറഞ്ഞു കിടക്കുന്നു. എന്തിനാണ് ഈ തെറ്റിദ്ധരിപ്പിക്കുന്നത്? എന്തിനാണ് ഈ ശരി പറയാതിരിക്കുന്നത്? നിങ്ങൾ മമ്പുറം മൗലിദ് പരിചയമില്ലേ? അതെ, അതല്ല ഇത്ര കുറ്ററുപ്പ് പറയുന്നത്. ഞങ്ങൾക്ക് അതൊക്കെ 6666, 7777, 2222 ഇങ്ങനെ കുനുകുനേന മൗലൂദാണ്. പ്രസംഗിക്കാൻ വരുന്ന മുജാഹിദ് മൗലവിന്റെ കയ്യിൽ പ്രസംഗത്തിനും വേണ്ടി ഫോട്ടോ ചാച്ചെടുത്ത 2 വരി ഉണ്ടാകുള്ളൂ. അതെ, മുഹയ്യിദ്ദീൻ മൗലീദ് പരിചയമില്ലേ? നല്ല പരിചയമുണ്ട്. ഷറഫല്ലനാം അറിയില്ലേ? മങ്കൂസ് അറിയില്ലേ? ബർസഞ്ചി അറിയില്ലേ? ഞങ്ങൾക്ക് അതൊക്കെ അറിയാം, നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഒട്ടേറെ മൗലിദുകൾ വീടുകളിലില്ലേ? അതെ, നിങ്ങളെയൊക്കെ ഈ പ്രസംഗിക്കാത്ത ഫോട്ടോ സ്റ്റാറ്റ് മാത്രമേ ഉള്ളൂ. ആ മൗലിദുകളിൽ എന്താ ഉള്ളടക്കം എന്ന് ഞാൻ ആമുഖമായി എന്റെ ശ്രോതാക്കളോട് പറഞ്ഞത് എന്തിനാ? ശ്രോതാക്കളെ കബളിപ്പിക്കാനാണ്. മൗലിദിൽ വിശ്വാസമില്ലാത്ത, മൗലിദ് കൃത്യമായി അർത്ഥം വെക്കാൻ അറിയാത്ത
അള്ളാന്റെ അമ്പിയാ ഉലിയാക്കളും മുഅ്ജിസത്ത് കറാമത്ത് വിശ്വസിക്കാത്ത വഹാബികളും മൗദൂദികളും തെരുവിൽ വന്ന് സാധാരണക്കാരായ മുസ്ലിമീങ്ങളോട് മാലയും മൗലൂദും വിശദീകരിക്കുന്നത് മുസ്ലിമീങ്ങളെ കബളിപ്പിക്കാനാണ്, അവരെ വിശ്വാസത്തിൽ നിന്ന് അടുക്ക് തെന്നിപ്പിക്കാനാണ്. മാല മൗലിദിലുള്ളത് അവരുടെ കറാമത്തും മുഅ്ജിസത്തുമാണ്. കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബാകാമെന്നോവർ. നേരത്തെ അള്ളാന്റെ ഹബീബിന്റെ മുഅ്ജിസത്ത് നമ്മൾ പറഞ്ഞതുപോലെ കോഴിക്കോട് കാളിയവറുകൾ മഹാനായ ജീലാനി തങ്ങളെ കറാമത്ത് വിശദീകരിച്ചതാണ്. നേരത്തെ ഹബീബിന്റെ മുഅ്ജിസത്ത് വിശദീകരിച്ചതുപോലെ ഇത് വെച്ചുകൊണ്ടാണ് സാധാരണക്കാരൻ ചിന്തിക്കുന്നത്, ഓ മുജാഹിദുകൾ പിഴച്ചവര് തന്നെ. മുജാഹിദുകൾ പയച്ചോൽ തന്നെയാണ്. അള്ളാന്റെ ഖുർആനിൽ ഇങ്ങനെ ഈസാ മൗലിദും മൂസാ മൗലിദും നൂഹ് മൗലിദും ഇബ്രാഹിം മൗലിദും ആദം മൗലിദും മുഹമ്മദ് മൗലിദും അതേ അയ്യൂബ് മൗലിദും സക്കരിയ മൗലിദുമൊക്കെ മഹാന്മാരായ അമ്പിയാക്കളുടെ പേരിൽ ഉണ്ടായിട്ട് ഈ മുജാഹിദുകൾ അതിനെ എതിർക്കുന്നുവെങ്കിൽ അവര് പുത്തൻവാദികൾ തന്നെ. സംശയമില്ല. മൗലിദിനെയും മാലയെയും എതിർക്കുന്നവർ മുഅ്ജിസത്ത് കറാമത്തിന്റെ വിരോധികളാണ്. അവർ പുത്തൻവാദികൾ തന്നെയാണ് എന്നല്ലേ സാധാരണ ജനം തെറ്റിദ്ധരിക്കുക. അങ്ങനെയാണ് സാധാരണക്കാര് ശരിധരിക്കേണ്ടത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് വളരെ വിനയത്തോടെ പറയട്ടെ, ഇവര് മൗലിദ് പ്രവാചകന്മാരുടെ മൗലിദ് ഖുർആനിലുണ്ടെന്ന് പറയുന്നത് മഹാവഞ്ചന തന്നെ. അത് മഹത്തായ സത്യം തന്നെ. അങ്ങനെ ഇവര് സമൂഹത്തിൽ പരിചയപ്പെടുത്തുന്ന നിലക്കുള്ള ഒരു മൗലിദും ഖുർആനിലില്ല. ഉണ്ട്. ആദം നബിയെ കുറിച്ചില്ല, മൂസ നബിയെ കുറിച്ചില്ല, ഒരു പ്രവാചകന്മാരെ കുറിച്ചുമില്ല. എല്ലാ പ്രവാചകന്മാരെ കുറിച്ചുമുണ്ട്. ഉദാഹരണത്തിന് ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ. ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം മഹാനവറുകൾ അവിടുത്തെ ശിഷ്യന്മാരോട് പറയുന്ന വാചകം സൂറത്തു ആലിമ്രാനിൽ അല്ലാഹ് പറയുന്നുണ്ട്. തന്റെ മുമ്പിൽ വരുന്ന അനുയായികളോട് അവിടുന്ന് പറയുകയാണ്, നിങ്ങളുടെ അടുക്കളയിൽ നിന്ന് നിങ്ങൾ ആഹരിച്ചു പോന്ന ഭക്ഷ്യവസ്തുക്കൾ എന്തൊക്കെയുണ്ടെന്ന്. ഇന്നീ ഉനബ്ബിഉക്കും ബിമാ തഅകുലൂൻ. നിങ്ങളുടെ അടുക്കളയുടെ അന്തർധാരയിൽ നിന്ന് നിങ്ങൾ ആഹരിച്ചു പോരുന്ന ഭക്ഷ്യവസ്തുക്കൾ എന്തൊക്കെയാണ് നിങ്ങളുടെ വയറിന്റെ അകത്തുള്ളത് എന്ന്. കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ വയറാകാമെന്നോ. വീണ്ടും മഹാനവറുകൾ അവിടുത്തെ ശിഷ്യന്മാരോട് പറയുകയാണ്, വമാ തദ്ഖിറൂന ഫീ ബുയൂതികും. അതേ നിങ്ങളുടെ വീടിന്റെ ഉള്ളറകളിൽ നിങ്ങൾ സൂക്ഷിച്ചു വച്ച വസ്തുവകകൾ എന്തൊക്കെയുണ്ട് എന്ന്. നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ നിങ്ങൾ സ്വകാര്യമായി സൂക്ഷിച്ച വസ്തുക്കൾ എന്തൊക്കെയുണ്ട് എന്ന്. കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ വീടാകാമെന്നോവർ. നേരത്തെ ഞാൻ പാടിയത് കോഴിക്കോട് കാളിയവറുകൾ ജീലാനി തങ്ങളെ കുറിച്ച് പറഞ്ഞ കറാമത്താണ്. കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബാകാമെന്നോവർ. അതേ കറാമത്ത് ഈസാ നബിയിൽ മുഅ്ജിസത്തായി അല്ലാഹ് പഠിപ്പിക്കുകയാണ്. ആ പഠിപ്പിക്കുന്ന വാചകം ഖാലി മുഹമ്മദ് അവറുകളുടെ മുഹീദ്ദീൻ മാലയുടെ ശൈലിയിൽ അർത്ഥം വെച്ചതാണ്. കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ വയറാകാമെന്നോവർ. കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ വീടാകാമെന്നോവർ. സുഹൃത്തുക്കളെ, മഹാന്മാർക്ക് തെറ്റുപറ്റിയിട്ടില്ല, പൂർവികർക്ക് അബദ്ധം പറ്റിയിട്ടില്ല. ആ വഴിയിലൂടെയാണ് നമുക്ക് ഖുർആൻ അറിയാനുള്ളത്, ആ വഴിയിലൂടെയാണ് നമുക്ക് മതമറിയാനുള്ളത്. ഈ ഉമ്മത്തിന്റെ എല്ലാ മുന്നേറ്റങ്ങളും നവോത്ഥാനങ്ങളും ഉയരെടുക്കേണ്ടത് ആ